ഹലോ, ഉപ്പും മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രമോ വെളിച്ചെണ്ണയാണ് കൂട്ടുകാരെ മെയിൻ താരം. അതേ കൂട്ടുകാരെ, നമ്മുടെ ഭവാനിയമ്മ പറയുന്നുണ്ട്, എന്റെ സ്വർണ്ണോ വളയും മാലയും പോയാലും ഒരു കുഴപ്പമില്ല, പക്ഷേ വെളിച്ചെണ്ണ അത് ഞാൻ തരത്തില്ല എന്ന് പറയുന്നുണ്ട്. അതിനും കാരണമുണ്ട് കൂട്ടുകാരെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പെട്ടെന്നാണ് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞ് അടക്കാണെന്ന് തോന്നുന്നു കേട്ടോ. പ്രത്യേകിച്ച് പറയുമ്പോൾ ഇങ്ങനെ വെളിച്ചെണ്ണയുടെ ആ ടൈമിൽ വില 200 ചില്ലാൻ രൂപയ്ക്കായിരുന്നു ഒരു പാക്കറ്റിന്. പക്ഷെ ഞാനിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ വില നോക്കിയപ്പോൾ 550 രൂപയ്ക്ക് ഒരു പാക്കറ്റിന് വില. അപ്പം 300 ചില്ലാൻ രൂപയാണ് നട്ടനെ അങ്ങോട്ട് കൂടിയിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത വിലക്കയറ്റം തന്നെ കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക്, ഒരു രക്ഷയില്ല. അപ്പം അത് തന്നെ നമ്മുടെ ഭവാനി നമ്മുടെ കനകാൻറ്റി ഒരു കുന്ന് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് നമ്മുടെ കറിയൊക്കെ ഉണ്ടാക്കാൻ. അപ്പം നമ്മുടെ ഭവാനിയമ്മ കിടന്ന് ഒച്ചപ്പാട്, കനകേ എന്തോരം വെളിച്ചെണ്ണയാണ് ഈ എടുക്കുന്നേ എന്നും പറഞ്ഞിട്ട് ഒരു കുഞ്ഞു കാട്ട കുപ്പിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ കനകാൻറ്റിക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഈ ഒരാഴ്ചത്തെ മൊത്തം ഈ വെളിച്ചെണ്ണ ഇതുകൊണ്ട് ഉപയോഗിച്ചോളണം എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ലച്ചുവും കേശും കൂടെ ഇത് തലേ തേക്കാനാണോ ഇത്ര എണ്ണ, അല്ലെങ്കിൽ കറി വെക്കാനോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിങ്ങനെ കളിയാക്കുന്നുണ്ട്. അപ്പം കേശു, ഞാൻ പോണി ഇവിടെ നിന്ന്, ഞാനിനി ഇവിടെ നിൽക്കണില്ല എന്നൊക്കെ പറഞ്ഞ് കേശു ഭയങ്കര ഇതൊക്കെ ആയിട്ടോ. ലാസ്റ്റ് നമ്മുടെ കനകാൻറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മുടെ ഭവാനിയമ്മയോട് കേണതാണ്, കുറച്ചും കൂടി വെളിച്ചെണ്ണ താമ്മ, ഇത് തികയത്തില്ലമ്മ, കറിക്ക് ഇത് പോതില്ലമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഭവാനിയമ്മ വെളിച്ചെണ്ണ മാത്രം ഞാൻ തരത്തില്ല എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് കേശു സഹി കെട്ടിട്ട് കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് പോയി ഒരു കാറിന് പോയിട്ട് തിരിച്ച് എന്തൊക്കെയോ സാധനങ്ങളായിട്ട് വരുന്നുണ്ടേ. എന്നിട്ട് ഡിക്കി തുറന്ന് എല്ലാം നമ്മുടെ കനകാൻറ്റിയും ലച്ചുവിനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഇവരൊക്കെ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പം എന്തായിരിക്കും നമ്മുടെ കേശു കൊണ്ടുവന്നിട്ടുണ്ടാകുക? കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ. അപ്പം അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.